ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആച്ചൂട്ടനെ ചേർത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ബാഗൊക്കെ മേടിക്കണം. അപ്പോൾ അത് കാരണം ഷിമോളനെ കാണാല്ലേ, അത് കാരണം മൂന്നാളേനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആച്ചൂട്ടനെ മാത്രം കൊണ്ടുപോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ബാഗ് മേടിച്ചിട്ട് ചേർത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ടുപോകാമെന്ന് ആദ്യം കരുതിയത്. പക്ഷെ വിചാരിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും പോവണ്ടേന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് മൂന്നാളെയും കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പോവാണ് കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. മീൻകറി വെച്ചു. വേഗം ധൃതിയിലുള്ള പണിയായ കാരണം എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല. മീൻകറി വെച്ചു, ചോറ് വെച്ചു. എല്ലാവരും കുളിച്ച് ഡ്രസ്സ് മാറി തുടക്കിൽ അടിക്കൽ തിരുമ്പൽ എല്ലാം കഴിഞ്ഞിട്ടാണ് പോണത്. അതിപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. കുഞ്ഞു മദർസയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്താൽ. ഞാൻ രാവിലെ പോയിട്ട് ചേർത്തിയായിരുന്നു. അപ്പം പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ സെൻറ്റ് ബേസ് സ്കൂളാണ് കേട്ടോ ചേർക്കുന്നത്. വടക്കാഞ്ചേരി സെൻറ്റ് ബേസിലാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പുസ്തകങ്ങളൊക്കെ പിന്നെ നമ്മൾ കുന്നംകുളത്ത് പോയി മേടിച്ച കാരണം നമുക്ക് ഇനി അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി ബാഗും മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ്ടോ, അത് എല്ലാ സാധനങ്ങളും മേടിക്കുമെന്ന് അറിയില്ല. ഉള്ളതിനനുസരിച്ച് ചേർത്തണമെങ്കിൽ തന്നെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. പൈസ ചേർത്താൻ വേണ്ട യൂണിഫോമിനും ഇതിനൊക്കെ ആയിട്ട് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് എത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കുള്ളൂ. അല്ലെങ്കിൽ ബാഗ് മാത്രം വാങ്ങിച്ചിട്ട് വരും. പിന്നെ നമുക്ക് മേടിക്കാമല്ലോ, സമയമുണ്ടല്ലോ. സ്കൂൾ തുറന്ന് പോകുമ്പോഴേക്കൊക്കെ അല്ലേ വേണ്ടോ, അപ്പത്തിനൊക്കെ വാങ്ങിക്കാം. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത് കേട്ടോ. അപ്പം ഞാൻ ഈ വിവരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ പർച്ചേസിൻ്റെ വീഡിയോയും സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പിന്നാലെ വരും. അപ്പോൾ എന്തായാലും ഇവനെ കൊണ്ടുപോയിട്ട് ചേർത്തിട്ട് ഇന്ന് എന്തായാലും വീഡിയോ ഇടുമ്പോൾ 2 മണിക്ക് ശേഷം പറ്റുണ്ടാവുള്ളൂ മിക്കവാറും. എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി ഇത്ര സമയമൊക്കെ പോയിട്ട് വരണ്ടേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. സ്കൂളും നമ്മൾ ഇവിടുന്ന് മേടിക്കും. ഞങ്ങൾ സ്ഥിരമായിട്ട് പ്യാരിയിൽ നിന്ന് വാങ്ങിക്കാറ് ബാഗൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ എന്തായാലും പോട്ടെ കേട്ടോ. കുഞ്ഞോടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തമായ വാഹനത്തിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുമേ മൂന്നാളും കൂടിയായിട്ടായ കാരണം നമ്മൾ പോക്കറ്റ് വഴി പോയിട്ട് വണ്ടി അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ സ്കൂളിലേക്കൊക്കെ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ നടന്നിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവുള്ളൂ. അല്ലാണ്ട് മൂന്നാളെയും വെച്ചിട്ട് തന്നെ നമ്മൾ വണ്ടിയും തന്നെ എല്ലായിടത്തേക്കും പോവില്ല. മെയിൻ റോഡിൽ കൂടെ ഒക്കെ അങ്ങനെ പോകാൻ പേടിയാട്ടോ. മൂന്നാളെയും വെച്ചിട്ട് പോകാനൊക്കെ പേടിയാണ്. അത് കാരണം ഞാൻ പോവില്ല. അപ്പോൾ നമ്മൾ ഇതേനെ ഇടവഴി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് നമുക്ക് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോണത് കേട്ടോ. അങ്ങനെ നമ്മളിതാ വണ്ടിയൊക്കെ അവിടെ വെച്ച് നമ്മൾ പിന്നെ ചേർത്താൻ വേണ്ടിയിട്ട് ആച്ചൂട്ടിനെ ചേർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെൻറ്റ് ബേസ് സ്കൂളിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയാണ് ഞങ്ങളുടെ വടക്കാഞ്ചേരി ഭാഗങ്ങളൊന്നും കാണാത്തവർക്കാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം. ഈ സ്ഥലങ്ങളൊക്കെ എപ്പോഴും കാണുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ നാട് കാണാത്തവർ ഒരുപാട് പേരില്ലേ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു വഴികളൊക്കെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ എന്താ പറയുക, പള്ളിയുടെ വഴിയാണ് ഇപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി ജമാഅത്ത് പള്ളി ഉണ്ട്, അങ്ങോട്ടാണ് കേട്ടോ ആ വഴിയാണ് പോയോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ എന്താ പറയുക സെൻറ്റ് ബേസ് സ്കൂളിൻ്റെ അവിടേക്ക് എത്താറായി. ഇത് നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യാനി പള്ളിയാണ്. വലിയ പള്ളിയാണ് കേട്ടോ അത്. ഇവിടുത്തെ വടക്കാഞ്ചേരിത്തെ ഒരു വലിയ പള്ളി തന്നെയാണത്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ നല്ലൊരു വ്യൂ തോന്നിയിട്ട് അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴൊന്നും ഈ വഴി വരാറില്ല കേട്ടോ. നമുക്ക് എപ്പോഴും വടക്കാഞ്ചേരി ടൗണിലേക്കാണ് നമ്മൾ വരാറ്. ഈ വഴിക്കൊന്നും എപ്പോഴും വരാറില്ല, എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആച്ചൂട്ടനെ ചേർത്താൻ വേണ്ടി കുഞ്ഞൂനും ആച്ചൂട്ടനും ഇഷമോൾക്കൊക്കെ ബാഗ് മേടിക്കാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ മൂന്നാളെയും കൂട്ടിയിട്ട് വരാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഞാനും ആച്ചൂട്ടനും തന്നെ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ വരണം എന്ന് പറഞ്ഞ കാരണമാണ് ഇവരെയും കൂട്ടി വന്നത്. പിന്നെ എവിടേക്കും പോകാറൊന്നുമില്ലല്ലോ, കുട്ടികളേനായിട്ട് അങ്ങനെ ഇങ്ങോട്ടും പോകാറൊന്നുമില്ലല്ലോ. അവരുടെ ഒരു ആഗ്രഹമല്ലേ ആച്ചൂട്ടന് സ്കൂളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അവനെയും കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ സ്കൂളിലെത്തിയിട്ട് അപ്പോൾ ആച്ചൂട്ടന് ഭയങ്കര സന്തോഷമായിട്ട് സ്കൂളൊക്കെ കണ്ടപ്പോൾ. പുതിയ സ്കൂള്, പുതിയ കൂട്ടുകാരൊക്കെ ആവുമല്ലോ. അപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇവിടെ അറിയണവർ ഒരുപാട് പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താ പറയുക, കുമ്പളങ്ങാട്ടിൽ നിന്നും വന്നിട്ടുണ്ട്, പിന്നെ വടക്കാഞ്ചേരിയിൽ നിന്നും വന്നിട്ടുണ്ട്, പിന്നെ മദർസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയണ കുട്ടികളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് യൂണിഫോമിൻ്റെ കാര്യങ്ങളും എല്ലാം സംസാരിച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് ടീച്ചർമാരോടൊക്കെ കണ്ട് സംസാരിച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ സ്കൂളിൽ പോയ കാലഘട്ടം എനിക്ക് ഓർമ്മ വന്നിട്ട്. ഞാൻ സ്കൂളിലേക്ക് ചെന്നപ്പോൾ
എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനൊക്കെ ചേർത്താൻ പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്നാലും ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഉമ്മയൊക്കെ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ ഇവരേനെയും കൂട്ടിയിട്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് ആ ഒരു സമയവും സന്ദർഭമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ദാച്ചൂട്ടിനെ ചേർത്തലൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നടന്ന് പോവാം, കുറച്ച് ഈ ഭാഗത്തു കൂടെ ഒക്കെ നടന്നിട്ട് കുറേ കാലമായി, അപ്പോൾ നമുക്ക് നടന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഒരു നടക്കാനൊരു പൂതി ഇതേനൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരമൊക്കെ നടന്ന് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലക്ഷ്മി തുണിക്കടയിലെത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് യൂണിഫോമിൻ്റെ അളവ് അവിടെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ യൂണിഫോമിൻ്റെ പൈസ നമ്മൾ സ്കൂളിൽ കൊടുക്കണം, അളവ് ഇവിടെ എടുക്കണം. അപ്പോൾ അങ്ങനെ ലക്ഷ്മിയിൽ വന്നിട്ട് അളവൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തല്ല നമ്മൾ കുന്നംകുളം റോട്ടിൽ നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം ഇവർക്ക് ബാഗൊക്കെ വാങ്ങിച്ചിട്ടാ. കുന്നംകുളത്തു നിന്നല്ല, കുന്നംകുളം റോഡ് കേട്ടോ, നമ്മുടെ ഓട്ടുപാറന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്നിട്ടാ ഏതാ കടയുടെ പേര് മോളെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ഹാപ്പി അല്ലല്ല. അങ്ങനെ ഒരുപാട് ബാഗുകളൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് നോക്കി. എന്നിട്ട് ഇവരുടെ ഇഷ്ടത്തിന് തന്നെ എടുത്തു കേട്ടോ. അവർക്ക് ഇനി ഇവരല്ലേ കൊണ്ട് നടക്കേണ്ടത് ബാഗ്, അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ ചേട്ടനോട് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് എന്താ വീഡിയോ എടുക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിൻ്റെ അടുത്ത് യൂട്യൂബ് നമ്മുടെ ചാനലിൻ്റെ പേരും ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്താണ് എന്ത് ചാനലാണ് എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓട്ടുപാറ കുന്നംകുളം റോട്ടിലുള്ള ഹാപ്പി ഹീൽസ് എന്നാണ് നമ്മൾ ഈ ഒരു കുട്ടികളുടെ ബാഗൊക്കെ വാങ്ങിച്ചിട്ട്. നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, ഒരുപാട് സെലക്ഷനൊക്കെ ഉണ്ട്. അത്ര വില എന്ന് പറയാൻ ഒരുപാട് വിലയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ കടയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് റേറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. എന്തായാലും അത് അങ്ങോട്ട് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചു. അല്ലെങ്കിൽ ഞാൻ പ്യാരിയിൽ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ആ ചേട്ടയ്ക്ക് കടയുടെ പേരൊക്കെ ഇങ്ങനെ കവറുമ്മൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വാങ്ങിച്ച് അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നേരെ നമ്മൾ ആ കുഞ്ഞുവിനെ ട്യൂഷൻ സെൻറ്ററിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ പ്രസിഡൻസിയിലാണ് അവനെ ചേർത്തിയത്. അവന് അഡ്മിഷൻ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അപ്പത്തിന് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വിശക്കണു പറഞ്ഞിട്ട് സ്വൈരുണ്ടായിരുന്നില്ല കേട്ടോ. വന്ന് നമ്മളിതാ ചോറും മീൻകറിയും മീൻ വറുത്തതൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇതാ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്ന് പറയാൻ ഇതൊക്കെയുള്ളൂ. നാളെ നല്ലൊരു വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.